കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് തേരോട്ടം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. ഈ അടുത്ത കാലത്ത് കാലിക്കറ്റ് സർവകലാശാല ഭരണം MSF ഉൾപ്പെടുന്ന UDSF പിടിച്ചപ്പോൾ എന്തൊരു വാർത്താ ആഘോഷമായിരുന്നു. അതേ മാധ്യമങ്ങളാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ SFI ചരിത്ര നേട്ടം കൈവരിച്ചപ്പോൾ അത് വാർത്തയല്ല, അത് ചർച്ചയല്ല. അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വാർത്തകളോ കാർഡുകളോ ഇല്ല. എന്താ മാധ്യമധർമ്മം? എന്തായാലും മാധ്യമങ്ങൾ ആ വാർത്ത മുക്കിയാലും നാടതറിയും. SFIക്ക് ഈ നാട്ടിൽ നേട്ടമുണ്ടാകുമ്പോൾ അതിൽ സഹിക്കാത്തത് കോൺഗ്രസിനും BJPക്കും ലീഗിനും മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൂടിയാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ക്യാമ്പസുകളിൽ ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ വിജയങ്ങൾ ആഘോഷിക്കപ്പെടുകയും എന്നാൽ SFI അതിനെതിരെ ശക്തമായി പോരാടി വിജയം നേടിയാൽ വാർത്തയല്ലാതായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യം. നിങ്ങൾ എത്ര ഒളിപ്പിച്ചാലും പക്ഷേ യാഥാർത്ഥ്യം നാടറിയും. എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI നേടിയിരിക്കുന്നത് ഐതിഹാസിക വിജയം തന്നെയാണ്. മതവർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് UDSF, MSF, KSU കോട്ടകൾ തകർത്തുകൊണ്ടാണ് ഇക്കുറി 202 കോളേജുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 127 കോളേജുകളിലേക്കും SFI വിജയിച്ചു കയറിയാണ്. അതൊക്കെ ലീഗിന്റെ തണലിൽ MSF ഉരുക്കുകോട്ടകളാക്കി വെച്ചിരുന്ന പല കോട്ടകളും തകർത്തുകൊണ്ടാണ് SFIയുടെ ഇത്തവണത്തെ മികച്ച വിജയങ്ങൾ. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ഉൾപ്പെടുന്ന 5 ജില്ലകളിലെ കോളേജുകളിലേക്കാണ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോഴാണ് SFIയുടെ ഈ മിന്നും വിജയത്തിന്റെ ആഴം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. തൃശൂർ ജില്ലയിൽ നടന്ന 32 കോളേജുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 30 കോളേജുകളിലും SFIക്ക് ഉജ്ജ്വല വിജയമാണ്. നേരത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ 10 കോളേജുകളിൽ എതിരില്ലാതെ തന്നെ SFIക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. പെരുവല്ലൂർ മദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സെന്റ് ജോസഫ് കോളേജ് പാവറാട്ടി, ICA കോളേജ് തൊഴിയൂർ എന്നിവ UDSF മുന്നണിയിൽ നിന്ന് ഇക്കുറി അവർ തിരിച്ചു പിടിക്കുകയും ചെയ്തു. പിന്നീട് പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ 32 കോളേജുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 25 കോളേജുകളിലും വിജയം നേടിയത് SFI ആണ്. നേരത്തെ പാലക്കാട് ജില്ലകളിലെ ചില വിജയങ്ങൾ വലിയ തോതിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചെങ്കിലും ഇപ്പോൾ ആ കോട്ട കൊത്തളങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് SFIയുടെ തേരോട്ടം. നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ തന്നെ ജില്ലയിൽ SFIയുടെ ആധിപത്യം തുറന്നു കാട്ടിയതാണ്. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം SFIയുടെ സഖാവ് മുസ്തഫയുടെ കലാലയമായ മണ്ണാർക്കാട് MES കോളേജ്, CCST കോളേജ്, AWS കോളേജ് ആനക്കര തുടങ്ങി KSUവിന്റെയും MSFന്റെയും കോട്ട കൊത്തളങ്ങളെ തകർത്തെറിയാൻ SFIക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ജില്ലയുടെ ഏറ്റവും വലിയ മുന്നേറ്റം. അത് മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇക്കുറി 75 കോളേജുകളിൽ 30 കോളേജുകൾ SFI നേടി. MSFന്റെ കോട്ടയിലാണ് SFI 30 കോളേജുകളിൽ തേരോട്ടം നടത്തിയിരിക്കുന്നത്. പല കോളേജുകളിലും സംഘടനാ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ടെങ്കിലും നേർക്കുനേർ പോരാട്ടം നടന്ന ഇടങ്ങളിൽ 30 കോളേജുകളിൽ SFI വിജയിച്ചു എന്ന് പറഞ്ഞാൽ SFIയുടെ തേരോട്ടം പല MSFന്റെ ഉരുക്കുകോട്ടകളെയും പിളർത്തിക്കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലയിൽ 15 കോളേജുകളാണ് UDSFന്റെ കയ്യിൽ നിന്ന് ഇക്കുറി SFI തിരിച്ചു പിടിച്ചു എന്നതും അവരുടെ വിജയത്തിന്റെ തിളക്കം കൂട്ടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ 49 കോളേജിൽ 31 കോളേജുകളും SFI വിജയിച്ചു കയറി. നേരത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ 12 കോളേജിൽ SFI ഏകപക്ഷീയമായി വിജയിച്ചിരുന്നു. ഇതുകൂടാതെ ജില്ലയിലെ 12 ഗവൺമെന്റ് കോളേജുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 11 ഇടങ്ങളിലും വിജയിച്ചു. എന്താണ് 12 ഗവൺമെന്റ് കോളേജുകളുടെ പ്രത്യേകത? ഇവിടെ നേരിട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിച്ചിട്ടുള്ള ഇടങ്ങളാണ്. അവിടെ ജനാധിപത്യം പുലർന്നു എന്ന് ആ 11 ഇടങ്ങളിലെ മിന്നും വിജയം തെളിയിക്കുകയാണ്. വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ 16 ഇടങ്ങളിൽ 11ഉം SFI ആണ്. നേരത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ 3 കോളേജുകൾ വിജയിച്ചിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം EMBC കോളേജും മീനങ്ങാടി IHRD കോളേജും KSUവിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഐതിഹാസിക വിജയം അവർ നേടിയിരിക്കുന്നു. ഇത് ഒരു വലിയ വാർത്തയാകേണ്ടതല്ലേ? കാലിക്കറ്റ് സർവകലാശാല MSF പിടിച്ചപ്പോൾ വലിയ വാർത്തയും അതിന്റെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ലൈവ് കൊടുത്തവർ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ 5 ജില്ലകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ SFI ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥികൾ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചപ്പോൾ MSF ഉൾപ്പെടുന്ന UDSF തൂത്തെറിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമധർമ്മം എന്ന് പറയേണ്ട ഗതികേടാണ്.